ശ്യാം, വിഷു ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്ത സമയത്താണ് ഇപ്പോൾ PVR മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനത്തിലെത്തിയത്. ഇതിനെതിരെ ഫെഫ്ക വലിയ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നത് കണ്ട് ഫെഫ്ക നേതാക്കൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനിത വേണു, അങ്ങനെ തന്നെയാണ്. PVRൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇവരുടെയും തീരുമാനം, അതായത് ഫെഫ്കയുടെയും തീരുമാനം. PVR മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നില്ല എന്ന തീരുമാനം PVR കൈക്കൊള്ളുമ്പോൾ അങ്ങനെ പ്രദർശനത്തിന് അയക്കില്ല എന്ന നിലപാട് ഫെഫ്കയും കൈക്കൊള്ളുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സാങ്കേതികമായ കരാറുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. അതിന്മേലാണ് PVR സാങ്കേതിക നിലവാരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് PVR സിനിമാസ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും എറണാകുളത്തെ ഫോറം മോളിൽ ഉൾപ്പെടെയാണ് ഈ സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടതില്ല, മലയാള സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടതില്ല, മറ്റ് ഭാഷാ ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചാൽ മതി എന്ന നിലപാട് PVR കൈക്കൊള്ളുകയും ചെയ്തത്. ഒരു തരത്തിലുള്ള അറിയിപ്പുമില്ലാതെയാണ് PVR ഇത്തരമൊരു നടപടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നടപടി അംഗീകരിക്കില്ല, ഈ തീരുമാനം അംഗീകരിക്കില്ല എന്നതാണ് ഫെഫ്ക വ്യക്തമാക്കുകയും ചെയ്തത്. ഇതൊരു ചൂഷണമാണ് എന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഈ പ്രശ്നം തെരുവിലേക്ക് വ്യാപിപ്പിക്കും, ഈ പ്രതിഷേധം സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് കൂടിയാണ് B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രമല്ല PVRലേക്ക് ഇനിയൊരിക്കലും മലയാള സിനിമകൾ പ്രദർശനത്തിന് അയക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം. മലയാള സിനിമയുടെ പ്രതിസന്ധികൾ മാറി വരുന്ന ഒരു സുവർണ്ണ കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ആ നല്ല കാലത്ത് മലയാള സിനിമയ്ക്കൊപ്പം നിൽക്കാനാണ് PVR ശ്രമിക്കേണ്ടത് എന്നുമാണ് B ഉണ്ണികൃഷ്ണൻ പറയുകയും ചെയ്തത്. ഇത് മലയാള സിനിമയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. സിനിമ മുടങ്ങിയ ദിവസങ്ങളിലെ നഷ്ടം വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും ആടുജീവിതം സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സാങ്കേതികമായുള്ള ചില നിരക്ക് അടയ്ക്കാനുണ്ട്. അതായത് ആ നിരക്കടക്കം അടച്ചിട്ടും ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ആടുജീവിതം പിൻവലിക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ നഷ്ടം ആടുജീവിതത്തിൻ്റെ നിർമ്മാതാക്കൾക്കുണ്ടായി എന്ന് ബ്ലസ്സിയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. PVR സിനിമ പ്രവർത്തിപ്പിക്കാത്തത് വേദനാജനകമാണ് എന്നാണ് ഈ ഫെഫ്കയിലുള്ള വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും യൂസഫ് അലി ഉൾപ്പെടെയുള്ളവരും ഇടപെടാം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സമവായ ചർച്ചകൾ അധികം വൈകാതെ തന്നെ നടക്കും. സമവായ ചർച്ചകൾ ഏതായാലും നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ PVRനെ ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് ഫെഫ്ക വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകിയായിരുന്നു.